ദിവ്യകാരുണ്യമായി ഈശോ ഇതാ ഒരിക്കൽ കൂടി ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. കരുണയും സ്നേഹവും നമുക്ക് പകർന്നു തരുവാൻ ഇന്ന് ഈ 3 മണി സമയത്ത് കർത്താവിൻ്റെ പീഡാനുഭവത്തെ പറ്റി ധ്യാനിച്ച് കർത്താവിൻ്റെ കരുണയും സ്നേഹവുമൊക്കെ നമ്മിലേക്ക് ഒഴുക്കുന്ന ഈ പുണ്യ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കർത്താവിനെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് ഒരു പുതിയ പെന്തക്കുസ്താനുഭവത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സഹായകൻ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും അവൻ നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞവയെ പറ്റിയെല്ലാം അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും. ഇതാണ് സഹായകനായ പരിശുദ്ധാത്മാവിനെ പറ്റി ഈശോ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുന്ന വാഗ്ദാനം. അതെ, ഇതേ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിയല്ല. മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയ അനുഭവമാണ് ദൈവമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പുത്രനിലൂടെ നൽകപ്പെടുന്നവനുമായ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ മാമോദീസായിലൂടെയും മറ്റ് കൂദാശകൾ സ്വീകരിക്കുമ്പോഴുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ശക്തിയായിട്ട്, വലിയ സ്നേഹമായിട്ട്, വലിയ ആത്മനിയന്ത്രണമായിട്ട് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിലെ 1-ാം അധ്യായം 6-7 വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്, എൻ്റെ കൈവയ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അനുസ്മരിപ്പിക്കുന്നു. എൻ്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം, അതെ, മാമോദീസായിലൂടെ മറ്റു കൂദാശകളിലൂടെയൊക്കെ നമുക്ക് ലഭിച്ച ദൈവീക വരം, പരിശുദ്ധാത്മാവായ ദൈവം ആ അഭിഷേകം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ശ്ലീഹ നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുകയാണ്, ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിലേക്ക് ഒന്നായിട്ട് അടുക്കുവാനൊക്കെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നയിക്കുന്ന സഹായകനായ ദൈവം. പരസ്നേഹത്തിലൂടെ
നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 7-ാം വചനം പറയുന്നത്, ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിച്ചു വച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് കടന്നു വരേണ്ടിയിരിക്കുന്നു എന്ന്. എന്നാൽ മാമോദീസായുടെ സമയത്ത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് ഒരു നിറവിലുള്ള അഭിഷേകമാണ്. ഒരുപക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അഭിഷേകമൊക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയും അഭിഷേകവും എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു കൃപയാണ്, ഒരു അഭിഷേകമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കായിട്ട്, ഈ ലോകത്തിൽ എനിക്കായിട്ട് മാത്രം തന്നിരിക്കുന്ന ഒരു അഭിഷേകമാണ് എൻ്റെ അഭിഷേകം. അതുകൊണ്ട് ജീവിതത്തിൽ ഞാൻ മറ്റാരുടെയും അഭിഷേകത്തെ ആഗ്രഹിക്കുകയോ അനുകരിക്കുകയോ ചെയ്യേണ്ടതില്ല. എന്നെ അറിയുന്ന ദൈവം, എന്നെ മനസ്സിലാക്കിയ ദൈവം, ആ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സഹായകനെ നൽകിയിരിക്കുന്നത് വളരെ യുണീക്കായ ഒരു രീതിയിലാണ്. ഇന്ന് നമ്മൾ സഭയിൽ അല്ലെങ്കിൽ ജീവിതത്തിലൊക്കെ ഒരുപാട് ഇമിറ്റേഷൻസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആരുടെയെങ്കിലുമൊക്കെ അഭിഷേകം കാണുമ്പോൾ അതുപോലൊരു അഭിഷേകം എനിക്കും നൽകണമേ എന്നൊക്കെ ചിലപ്പോഴൊക്കെ പ്രിയമുള്ളവരെ നമ്മളും പ്രാർത്ഥിച്ചു പോകാറുണ്ട്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ആ യുണീക്കായ എനിക്ക് വേണ്ടി മാത്രം നൽകപ്പെട്ടിരിക്കുന്ന എൻ്റെ അഭിഷേകം മറ്റാർക്കും കൊടുക്കാതെ എനിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന, എൻ്റെ ജീവിത വിശുദ്ധീകരണത്തിനായിട്ട് നൽകിയിരിക്കുന്ന, എൻ്റെ ആത്മീയ ശുശ്രൂഷയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന അത്രമാത്രം മറ്റെല്ലാവരുടെ അഭിഷേകത്തിൽ നിന്നും വ്യത്യസ്തമായ എൻ്റെ അഭിഷേകം, ആ അഭിഷേകം ജ്വലിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഒരുപക്ഷേ നമ്മൾ പുതിയൊരു പെന്തക്കോസ്ത അനുഭവത്തിനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, നീ എനിക്കായി യുഗാന്ത്യം മുതൽ കാത്തുവച്ചിരുന്ന എൻ്റെ മാമോദീസായിലൂടെ എനിക്ക് പകർന്നു തന്ന അതേ ആത്മാവിനെ, അതേ അഭിഷേകത്തിനെ, എൻ്റേതായ മാത്രം യുണീക്കായി എനിക്ക് നൽകിയ ആ ആത്മാവിനെ നീ ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ സാങ്കല്പിക വരങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, മറ്റാരെയും നമ്മൾ അനുകരിക്കുകയല്ല. എൻ്റെ ഇന്നലെയും ഇന്നും നാളെയും അറിയുന്ന ദൈവം മാമോദീസായിലൂടെ എനിക്ക് നൽകിയത് ഈ ജീവിതത്തിലും നിത്യതയിലും ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ദൈവത്തോടൊപ്പമായിരിക്കുവാനുള്ള ആ അഭിഷേകമാണ്. ആ അഭിഷേകത്തെ ജ്വലിപ്പിക്കണമെന്നാണ് പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട്, ജ്വലനത്തിനായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് തരുന്ന അത്രമാത്രം വ്യത്യസ്തമായ യുണീക്കായ എനിക്ക് മാത്രം നൽകിയിരിക്കുന്ന എൻ്റെ അഭിഷേകത്തെ ഈശോയെ ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എനിക്ക് എൻ്റെ അഭിഷേകം നൽകിയിരിക്കുന്നത് എൻ്റെ വിശുദ്ധീകരണത്തിനും എൻ്റെ പ്രവർത്തന മേഖലയിൽ ആത്മീയ ശുശ്രൂഷയിലുമൊക്കെയുള്ള ആ വലിയ അഭിഷേകത്തിനും ജ്വലനത്തിനും ശക്തിക്കുമൊക്കെ വേണ്ടിയാണ്. ആദ്യമായിട്ട് എന്നെ വിശുദ്ധീകരിക്കുവാൻ, എന്നെ നവീകരിക്കുവാൻ, എന്നെ ഈശോയിലേക്ക് കൈപിടിച്ച് നടത്തുവാനാണ് പരിശുദ്ധാത്മാവായ ആ വലിയ അഭിഷേകം ദൈവം എനിക്ക് മാമോദീസായിലൂടെ നൽകുന്നത്. അതുപോലെ തന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന പ്രവർത്തന മേഖലകൾ, ആത്മീയ ശുശ്രൂഷകളൊക്കെ ഏറ്റവും വലിയ ആത്മാവിൻ്റെ അഭിഷേകത്തോടെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകിയിരിക്കുന്നത്.
എൻ്റെ ആത്മീയ വിശുദ്ധീകരണം, മറ്റുള്ളവരുടെ ആത്മീയ വിശുദ്ധീകരണം എന്നെ നിത്യതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കുടുംബത്തിലായിരിക്കുന്ന നമുക്ക് ആ കുടുംബത്തിലാവാനും, ആ മാതാപിതാക്കളെ സ്നേഹിക്കുവാനും, ആ ജീവിത പങ്കാളിയെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനും, നമ്മുടെ കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെയും ഒക്കെ സ്നേഹിക്കുവാനും, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏറ്റവും വിശുദ്ധിയോടെ ദൈവഹിതം നിറവേറ്റുവാനുമായിട്ട് തന്ന യുണീക്കായ എൻ്റെ അഭിഷേകം, ആ അഭിഷേകത്തെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ജ്വലനത്തിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പക്ഷേ നമ്മുടെ കുടുംബ ജീവിതത്തിന് ആവശ്യമായ, നമ്മുടെ സമർപ്പണ ജീവിതത്തിന് ആവശ്യമായ, നമ്മുടെ വ്യക്തിബന്ധത്തിൻ്റെ വിശുദ്ധിക്ക് ആവശ്യമായ, നമ്മുടെ നിത്യതയ്ക്ക് ഉപകരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം എന്തെന്ന് അറിഞ്ഞുകൊണ്ട് അത് നിറവേറ്റുവാൻ നമ്മളെ ശക്തരാക്കുന്ന അഭിഷേകം, ആ അഭിഷേകം എനിക്ക് മാത്രമായിട്ട് ദൈവം തന്നു. അതെൻ്റേത് മാത്രം. അത് യുണീക്കായൊരു അഭിഷേകം. ആ അഭിഷേകത്തെ ഈശോയെ ജ്വലിപ്പിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നലകളിലൂടെ നമ്മൾ ചരിച്ചപ്പോൾ ഒരുപക്ഷെ ഇതേ ആത്മാവ് പ്രവർത്തനരഹിതമായി ജീവനില്ലാത്ത അവസ്ഥയിൽ ഘനീഭവിച്ചൊക്കെ ഒരു ജ്വലനം ആവശ്യമായിട്ട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹ പറയുന്നത്, എൻ്റെ കൈവപ്പ് വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന്, ആ പരിശുദ്ധാത്മാവിനെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ തിരുമണിക്കൂറിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ നമുക്ക് മാമോദീസായിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന ആ ആത്മാവിൻ്റെ ജ്വലനത്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ ആത്മാവെന്ന് പറയുന്നത് ആ പ്രത്യേകമായ വരം, ജ്വലിക്കേണ്ട വരം, ആ ആത്മാഭിഷേകം എന്ന് പറയുന്നത് ദൈവം എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയ രീതിയിൽ വിശുദ്ധീകരിക്കപ്പെടുന്നതിനും എൻ്റെ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നതിനും വേണ്ടി ദൈവം എനിക്ക് വേണ്ടി മാത്രം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരിൽ നിന്നും, ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായ എൻ്റെ അഭിഷേകം, ആ അഭിഷേകത്തിൻ്റെ ജ്വലനത്തിനു വേണ്ടി പ്രിയമുള്ളവരെ നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ സ്നേഹത്തിനു വേണ്ടി, ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ജ്വലനത്തിനു വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഓൺലൈനിലായിരുന്നു കൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കുന്ന സകലരെയും നമുക്ക് കർത്താവിൻ്റെ കരുണയോട് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവെ അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരിൽ രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരനുഭവിക്കുന്നതായ ബുദ്ധിമുട്ടുകളും വിഷമതകളും രോഗങ്ങളും കുറവുകളുമെല്ലാം ദൈവ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് കർത്താവ് അവരുടെ എല്ലാ വിഷമതകളും ബുദ്ധിമുട്ടുകളും കുറവുകളുമെല്ലാം ഏറ്റെടുക്കുവാനായിട്ട് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് അവരെയും ഈ ആത്മീയ ശുശ്രൂഷയിൽ കർത്താവിന് സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മെയും നാം ആയിരിക്കുന്ന അവസ്ഥകളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഈ സമാപന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന, എന്നുമെന്നും
അങ്ങേക്കാരാധന എന്നുമെന്നും അങ്ങേക്കാരാധന.